നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരൾ. കരളിന് അനേകം ജോലികളുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം വയറ്റിലും കുടലിലുമായി ദഹിക്കുന്നു. പിന്നീട് രക്തത്തിൽ പ്രവേശിച്ച് നേരെ കരളിലേക്കാണ് എത്തുന്നത്. ശരീരത്തിന് ആവശ്യമായ പോഷകവസ്തുക്കളാക്കി ഭക്ഷണത്തെ മാറ്റുന്നത് കരളാണ്. ആഹാരത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന പല വിഷം കലർന്ന പദാർത്ഥങ്ങളെയും കരൾ നിരുപദ്രവകാരികളാക്കി മാറ്റുന്നു. ശരീരത്തിനുണ്ടാകുന്ന അണുബാധകളെ ചെറുക്കുന്നതും കരളാണ്. കരളിൻ്റെ പ്രവർത്തനം താളം തെറ്റിയാൽ അത് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെ മുഴുവനാണ്. കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ പലപ്പോഴും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് വളരെ വൈകിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗിക്ക് ചികിത്സ ലഭ്യമാക്കാനും വൈകും. ഇത് രോഗം ഗുരുതരമാകാൻ കാരണമാകുന്നു. അർബുദം, സിറോസിസ്, ഫാറ്റി ലിവർ, മഞ്ഞപ്പിത്തം, പിത്താശയ രോഗങ്ങൾ എന്നിവയാണ് കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ടതും മാരകവുമായ ചില രോഗങ്ങൾ. ക്യാൻസർ, ഹൃദ്രോഗം എന്നിവയെക്കുറിച്ചുള്ള അറിവിൻ്റെ ഒരംശം പോലും കരൾ രോഗങ്ങളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിനില്ല എന്നതാണ് വാസ്തവം. യഥേഷ്ടം തിന്നും കുടിച്ചുമുള്ള നമ്മുടെ ജീവിതശൈലി മാറിയാൽ മാത്രമേ കരൾ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവൂ. ഇനി പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ പാലിക്കാൻ തയ്യാറായാൽ കരൾ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാം. 1. മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കണം. കരൾ രോഗ സാധ്യതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മദ്യപാനം തന്നെയാണ്. മദ്യം ഉള്ളിലെത്തുമ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് മദ്യത്തിൻ്റെ വിഷാംശം കുറച്ച് അതിനെ നേർപ്പിക്കാനാവും കരൾ ശ്രമിക്കുക. ഇത് സ്ഥിരമാകുമ്പോൾ കരളിൻ്റെ മൊത്തം പ്രവർത്തനത്തെയും ബാധിക്കും. ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് എല്ലാം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 2. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. 3. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയുള്ളവർ ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമം, ഔഷധ ചികിത്സ എന്നിവയിലൂടെയും അവയെ നിയന്ത്രിച്ചു നിർത്തണം. 4. കൃത്യമായി വ്യായാമം ചെയ്ത് ശരീരഭാരം നിയന്ത്രിച്ചു നിർത്തണം. കരളിൻ്റെ ആരോഗ്യത്തിനായി എല്ലാ ദിവസവും 40 മിനിറ്റ് വ്യായാമം ചെയ്യണം. നടപ്പ്, ജോഗിംഗ്, സൈക്ലിംഗ്, സ്വിമ്മിംഗ് ഇവയെല്ലാം നല്ല വ്യായാമ മുറകളാണ്. 5. ഭക്ഷണം സമീകൃതവും പോഷകസമൃദ്ധവുമായിരിക്കണം. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുകയോ കഴിവതും ഒഴിവാക്കുകയോ ചെയ്യണം. ഇന്ന് ഏവർക്കും പ്രിയം ഫാസ്റ്റ് ഫുഡിനോടും ജങ്ക് ഫുഡിനോടുമാണ്. അവ പരിമിതപ്പെടുത്തണം. മധുരവും കൊഴുപ്പും കൂടുതലുള്ള ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കണം. 6. ഇഞ്ചക്ഷനുകൾ എടുക്കേണ്ടി വരുമ്പോൾ ഡിസ്പോസിബിൾ സിറിഞ്ചുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യമില്ലാത്ത ഇഞ്ചക്ഷനുകൾ ഒഴിവാക്കുകയും വേണം. 7. രക്തം ദാനം ചെയ്യുമ്പോൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം. 8. മരുന്നുകളുടെ ഉപയോഗം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമായിരിക്കണം. സ്റ്റിറോയിഡുകളുടെയും ഹോർമോൺ മരുന്നുകളുടെയും അമിത ഉപയോഗം കരളിനെ തകരാറിലാക്കും. 9. മഞ്ഞപ്പിത്തം പോലുള്ള കരൾ രോഗ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ശാസ്ത്രീയമായ ചികിത്സ സ്വീകരിക്കണം. ഒറ്റമൂലികളും അശാസ്ത്രീയ ചികിത്സാ മാർഗങ്ങളും സ്വീകരിച്ച് കരൾ രോഗങ്ങൾ വഷളാകാൻ സാഹചര്യമുണ്ടാക്കരുത്. 10. 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു വാർഷിക സ്കാനിംഗ് പരിശോധന നടത്തി കരളിൻ്റെ ആരോഗ്യം ഉറപ്പാക്കണം. ലിവർ എൻസൈമുകളുടെ രക്തത്തിലെ അളവ്, ആവശ്യമെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവ കരൾ രോഗങ്ങളെ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കും. ഈ 10 കാര്യങ്ങളും കരളിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി നിങ്ങൾ പാലിക്കുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.